ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിലുള്ള, പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ള, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഒരു 600 ഗ്രാം ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കഴുകി എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് എടുക്കരുത്, വെള്ളമൊക്കെ കംപ്ലീറ്റ് വാർന്നു പോകണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളറും ഉണ്ടാവും, എന്നാൽ എരിവ് ഉണ്ടാവുകയുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ്റെ പുറംഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഈ ഒരു നാരങ്ങയുടെ ഫ്ലേവറും കൂടെ വേണം ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പകുതി നാരങ്ങ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂർ എന്തായാലും വെച്ചാൽ നല്ലതാണ്. അപ്പോൾ 1/2 മണിക്കൂറിൽ കൂടുതലായി എന്തായാലും ഒന്ന് വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഇതുപോലെ നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലുള്ള ആ ഒരു മസാലയൊക്കെ അതിൽ പെട്ടെന്ന് അങ്ങ് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള മസാലയൊക്കെ ഇളകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പികളൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ പെട്ടെന്ന് ഇതിൽ കോട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ ചേർക്കുന്ന റെസിപ്പികളും ഉണ്ട്. പക്ഷേ ഇത് അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മസാലയൊന്നും ചിക്കനിന്ന് ഒട്ടും തന്നെ പോവാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കാനോ ഇളക്കാനോ പാടില്ല. ഇതുപോലെ അത് കണ്ടോ, ഒരു സൈഡ് മൊരിഞ്ഞ് വന്നത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയും അതുപോലെ ഇളക്കൊക്കെ ചെയ്താലും മസാല ഇതിൽ നിന്ന് വേർപെട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഈ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും ആ ഒരു ചിക്കനിലേക്ക് അങ്ങ് പിടിക്കും. എന്നിട്ട് 2 സൈഡും ഇതുപോലെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചിക്കൻ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ടും അതുപോലെ കുറച്ച് ചെറിയ പീസല്ലേ, അതുകൊണ്ടും പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള, പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ള, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്